ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഈ ആഴ്ച ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന ബേബി എന്ന് പറയുന്ന ചേട്ടൻ, അദ്ദേഹം അട്ടപ്പാടിയിൽ നിന്നാണ് വരുന്നത്. തനിക്ക് കിട്ടിയ ആ ഒരു അനുഭവം, ഈ ഒരു ധ്യാനത്തിൽ നിന്ന് കിട്ടിയ രോഗസൗഖ്യം ഇപ്പോൾ നമ്മളുമായി അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. എൻ്റെ പേര് ബേബി, തേക്കരക്കാട്ട് അട്ടപ്പാടി. ഞാൻ 15 വർഷം മുമ്പ് ഒരു ഇടിമിൻ ഡേറ്റ് ഉഴൂർ വെച്ച് സംഭവം പെട്ടെന്ന് വീണുപോയി എൻ്റെ ശരീരത്തിന് വല്ലാണ്ട് ഷോക്ക് സംഭവിച്ചു. അതുകൊണ്ട് എങ്ങനെ ഇടിമിന്നൽ എങ്ങനെ ഏറ്റത്? അത് പിന്നെ മഴക്കാലമായതുകൊണ്ട് വർഷത്തെ ഇടിയൊട്ടി അങ്ങനെ പുറത്തായിരുന്നു ആ സമയത്ത്. പുറത്തായിരുന്നു. അപ്പോൾ ആ ഷോക്കിൽ തന്നെ എൻ്റെ ഹാർട്ടിന് പിന്നെ ബ്ലോക്ക് സംഭവിച്ചു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഹാർട്ടിന് വല്ലാണ്ട് ബ്ലോക്കായി, ശ്വാസം മുട്ടലായി. അത് പിന്നെ ഇവിടെ വന്ന് ഓരോ വർഷത്തിലും വന്ന് ഡിവൈനിൽ വന്ന് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ ഹീലിംഗ് എനിക്ക് സംഭവിച്ചുകൊണ്ടിരുന്നു. അതിന് ഇപ്പം ഞാൻ ഈ ധ്യാനത്തിന് മുമ്പ് 6 മാസം മുമ്പ് വന്ന ധ്യാനത്തിൽ വന്നപ്പോൾ ശ്വാസം മുട്ടൽ, ഹാർട്ടിന് ബ്ലോക്കും, ഒപ്പം തന്നെ നടക്കാൻ മേലാത്ത അവസ്ഥകൾ, മുട്ടിന് വേദന, അങ്ങനെ പല വിഷയങ്ങളും പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ആരാധന സമയത്തും അതും ജെയിംസ് ബട്ട്ലറിൻ്റെ ചൊവ്വാഴ്ചത്തെ കുംസാര ശുശ്രൂഷ കഴിഞ്ഞ് ആരാധന രോഗസൗഖ്യ ശുശ്രൂഷ സമയത്ത് വലിയ വിടുതൽ എനിക്ക് അനുഭവപ്പെട്ടു. അത് സാക്ഷ്യം പറയാനും ഒപ്പം തന്നെ ഈ ഹാർട്ടിൻ്റെ ബ്ലോക്കും ശ്വാസം മുട്ടലൊക്കെ കുറച്ച് കൂടിയ സ്റ്റേജായിരുന്നു. ഒപ്പം തന്നെ മുട്ടിന് ഇവിടെ വരുമ്പോൾ 2 മുട്ടിനും നീരും ഉണ്ടായിരുന്നു. അത് ചൊവ്വാഴ്ചത്തെ കുംസാരം കഴിഞ്ഞിട്ട് ജെയിംസ് ബട്ട്ലറിൻ്റെ രോഗസൗഖ്യ ശുശ്രൂഷയുടെ അത്ഭുതകരമായി ഈശോ സൗഖ്യം തന്ന് എന്നെ വളരെ അനുഗ്രഹിച്ചു. അത് സാക്ഷ്യം പറയാനും അത് ദൈവത്തിന് 1000 നന്ദി പറയാനുമായിട്ടായിട്ട് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നു. തീർച്ചയായിട്ടും ഇടിമിന്നൽ ഏറ്റ ഒരു വ്യക്തിയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അത്ഭുതകരമായ ദൈവം അന്ന് തന്നെ ഈ ചേട്ടനെ ദൈവം രക്ഷപ്പെടുത്തി. അതിനുശേഷം ആ ഇടിമിന്നൽ ഏറ്റതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, മുട്ട് കാലൊക്കെ വീർത്തിരിക്കുന്നതൊക്കെ അന്ന് ആ വീണതിൻ്റെ ഭാഗമായിട്ടാണ് സംഭവിച്ചത്. അപ്പോൾ ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു, ശ്വാസം മുട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ വർഷം അദ്ദേഹം ഇവിടെ ധ്യാനം കൂടാൻ വന്നു. അങ്ങനെ ദൈവം ഓരോ പ്രാവശ്യവും അത്ഭുതങ്ങൾ കൊടുത്തു. ഇപ്പോൾ ഈ ആഴ്ചയും അദ്ദേഹത്തിൻ്റെ മുട്ടുകാലിൻ്റെ വേദനയും അതുപോലെ സോറിയാസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതും അദ്ദേഹത്തിന് മാറിക്കിട്ടി. അങ്ങനെ വലിയൊരു സൗഖ്യം നേടിയ വ്യക്തിയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ. അടയാളങ്ങളാൽ വഴി നടത്തും നാഥ, അത്ഭുതങ്ങളാൽ രോഗങ്ങൾ മാറ്റും നാഥ, ഡിവൈൻ തിരുസന്നിധിയിൽ സാക്ഷ്യമേകാൻ നിൻ കൃപ പാടുന്നു ഞങ്ങൾ സദാ. അടയാളങ്ങളും അത്ഭുതങ്ങളും ഇതാ ദൈവ കൃപയുടെ സാക്ഷ്യങ്ങൾ. അടയാളങ്ങളും അത്ഭുതങ്ങളും ഇതാ ദൈവ കൃപയുടെ സാക്ഷ്യങ്ങൾ.